ഒട്ടേറെ തിരക്കുകൾക്കിടയിലൂടെയാണ് ജീവിതം കടന്നു പോകുന്നത്. ഈ തിരക്കുകൾക്കൊപ്പം ഒന്ന് ഓടിയെത്താൻ വേണ്ടി പാടുപെടുന്ന അനേകരുണ്ട് നമുക്ക് ചുറ്റും. ചിലപ്പോൾ നമ്മൾ തന്നെയും ഇങ്ങനെ ഓടിയെത്താൻ ബുദ്ധിമുട്ടുമ്പോൾ കരം പിടിക്കുന്ന അനേകം വൈദികരെയും സിസ്റ്റേഴ്സിനെയൊക്കെ നമ്മുടെ ചുറ്റും കണ്ടിട്ടുണ്ടല്ലേ. അങ്ങനെയുള്ളവരെ പരിചയപ്പെടുന്ന പ്രോഗ്രാമാണ് ഡിവൈൻ കോൾ. ഒത്തിരി സ്നേഹത്തോടെ എല്ലാവരെയും ഡിവൈൻ കോളിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ദൈവത്തിൻ്റെ തിരുഹിതം തിരിച്ചറിഞ്ഞ് അനേകം ആലംബഹീനർക്ക് അത്താണിയാകുന്ന വൈദികൻ. ഇത് ജോസഫ് കൊത്തലങ്കോ എന്ന വിശുദ്ധന്റെ കർമ്മപദങ്ങളിലൂടെ സഞ്ചരിച്ച് തിരുസഭയിൽ സേവനം ചെയ്യുന്ന ഫാദർ ഷോണി മാത്യു പെരുമ്പള്ളി. ഭിന്നശേഷിക്കാരെയും ബുദ്ധിമാന്യമുള്ള കുട്ടികളെയും സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കരം നൽകി നയിക്കാൻ നിലമ്പൂർ കാരാട് പ്രവർത്തിക്കുന്ന കൊത്തലങ്കോ സോഷ്യൽ സർവീസ് സെന്ററിന്റെ ഡയറക്ടർ. വിവിധ രീതിയിൽ തൊഴിൽ പരിശീലനം നൽകിയും മറ്റ് ട്രെയിനിങ്ങുകൾ നൽകിയും ഇവർക്ക് ആശ്രയമേകുന്ന ഈ വൈദികൻ തന്നെ വഴി നടത്തുന്ന ദൈവസ്നേഹവും ദൈവവിളിയുടെ അനുഭവങ്ങളും പങ്കുവയ്ക്കുന്നു. നമ്മളോടൊപ്പം ആയിരിക്കുന്നത് പാലാ രൂപതയിലെ മല്ലികശ്ശേരി ഇടവകാംഗമായ കൊത്തലങ്കോ വൈദികരുടെ കമ്മ്യൂണിറ്റിയിലെ അംഗമായിട്ടുള്ള, ഇപ്പോൾ നിലമ്പൂരുള്ള കൊത്തലങ്കോ സോഷ്യൽ സർവീസ് സെൻ്ററിൻ്റെ ഡയറക്ടർ കൂടിയായിട്ടുള്ള ഫാദർ ഷോണി മാത്യു പെരുമ്പള്ളിലാണ്. അച്ഛനെ ഒത്തിരി സ്നേഹത്തോടെ ഡിവൈൻ ഗോളിലേക്ക് സ്വാഗതം ചെയ്തു. വിശുദ്ധ ജോസഫ് കൊത്തലങ്കോയുടെ സഭയിലെ അംഗമാണ്. ജോസഫ് കൊത്തലങ്കോ എന്ന പേര് തന്നെ നമ്മളൊക്കെ കേട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഒരുപക്ഷെ നമ്മുടെ നാട്ടിലൊക്കെ അദ്ദേഹത്തെ പറ്റിയൊക്കെ കേട്ട് തുടങ്ങുന്നേ ഉള്ളൂ. അദ്ദേഹം ഈ ലോകത്ത് കടന്നുപോയിട്ട് ഏകദേശം 200 വർഷത്തോളമായെങ്കിലും നമ്മളൊക്കെയും പരിചയപ്പെട്ട് വരുന്നേ ഉള്ളൂ അദ്ദേഹത്തെ പറ്റി. ആ ഒരു കമ്മ്യൂണിറ്റിയിലെ അംഗമായ അച്ഛന് ആ കമ്മ്യൂണിറ്റിയെ പറ്റിയും അതിൻ്റെ വിശേഷങ്ങളെ പറ്റിയും എനിക്ക് തോന്നുന്നു ആ കമ്മ്യൂണിറ്റിയിലെ വൈദികരായിട്ട് തന്നെ ലോകത്താകെ 60-70ഓളം പേര് മാത്രമേ ഉള്ളൂ. ഒരുപാട് കാര്യങ്ങൾ പറയുവാനുണ്ട് നിങ്ങളുടെ ഒരു കാര്യത്തെ പറ്റിയൊക്കെ. അതിനു മുൻപ് അച്ഛൻ സ്വയം വന്ന് അച്ഛനെ പരിചയപ്പെടുത്താമോ, അച്ഛൻ്റെ വീടിനെ പറ്റിയും ഒക്കെ? എൻ്റെ പേര് ഫാദർ ഷോണി മാത്യു പെരുമ്പള്ളിയിൽ. എൻ്റെ വീട് മല്ലികശ്ശേരിയിലാണ്. എൻ്റെ വീട്ടിലെ അമ്മച്ചിയും അനിയനുമുണ്ട്. അപ്പച്ചൻ മരിച്ചുപോയി. ഇപ്പോൾ ഞാനിപ്പോൾ നിലമ്പൂരാണ്. നിലമ്പൂർ കൊത്തലങ്കോ സോഷ്യൽ സർവീസ് സെൻ്ററിലാണ്. അവിടെ ഒരു ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയുള്ള ഒരു സ്ഥാപനമുണ്ട്. ഏകദേശം ഒരു 23 ഭിന്നശേഷിക്കാരുള്ള ഒരു സ്ഥാപനമാണ്. പിന്നെ അതുകൂടാതെ ഒരു 36 ബുദ്ധിവൈകല്യമുള്ള വ്യക്തികളും കൂടി ചേർന്നുള്ള ഒരു സ്ഥാപനമാണത്. ഈ ഒരു ദൈവവിളിയെ പറ്റി നമുക്കറിയാം. പൗരോഹിത്യം അത് ഏത് ശുശ്രൂഷാ മേഖലയിലാണെങ്കിലും ഏത് സഭയിലാണെങ്കിലും അത് വിലപ്പെട്ടതാണ്, മഹത്തരമാണ്. അധികം ആരും കേട്ടിട്ടില്ലാത്ത, നമ്മുടെ നാട്ടിൽ കേട്ടിട്ടില്ലാത്ത ഈ ഒരു കമ്മ്യൂണിറ്റിയിലേക്കുള്ള അച്ഛൻ്റെ കടന്നുവരവ് എങ്ങനെയാണ് കൊത്തലങ്കോ കമ്മ്യൂണിറ്റിയിലേക്ക്, കൊത്തലങ്കോ ഫാദേഴ്സിലേക്കുള്ള അച്ഛൻ്റെ കടന്നുവരവ്? എൻ്റെയും സെമിനാരി ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ ഞാനിപ്പം ചെറുപ്പം മുതലേ എനിക്കൊരു ആഗ്രഹമായിരുന്നു, ഒരു വൈദികനാണെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ എന്നെയധികം വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്തത് എൻ്റെ ഇടവകയിലുള്ള വന്ന അച്ഛന്മാർ തന്നെയായിരുന്നു. പ്രത്യേകിച്ചും ശൗര്യാങ്കുഴി അച്ഛന്, തുരുത്തലച്ഛന്, വിൻസെൻ്റ് അച്ഛനൊക്കെ. ഇവർ 3 പേര്. ശൗര്യാങ്കുഴി അച്ഛൻ ഞാൻ എല്ലാ ദിവസവും ആൾത്താരെ വാലനായിരുന്നു, എല്ലാ ദിവസവും പള്ളിയിൽ പോകുമായിരുന്നു. അപ്പോൾ ശൗര്യാങ്കുഴി അച്ഛന് എല്ലാ ദിവസവും വൈകിട്ട് നടക്കാൻ പോകുമ്പോൾ എന്നെയും വിളിക്കുമായിരുന്നു. അച്ഛൻ പാവപ്പെട്ട രോഗികളുടെ വീടുകളിലേക്കാണ് പോയിരുന്നത്. അച്ഛൻ അവരെ പോയി സഹായിക്കുമായിരുന്നു. അതിനുശേഷം വികാരിയായിട്ട് വന്ന എൻ്റെ ഹെഡ് മാസ്റ്ററും കൂടിയായിരുന്ന വിൻസെൻ്റ് കളരിക്കൽ അച്ഛൻ ഇപ്പോൾ മരിച്ചുപോയി, ദൈവത്തിൻ്റെ പക്കലാണ്. അച്ഛന് പ്രത്യേകിച്ചും ഈ കുട്ടികളുടെ എല്ലാവരും വീടുകളിൽ പോകുമായിരുന്നു. അവരുടെ വീടുകളിൽ പോയി ബുദ്ധിമുട്ടുകൾ കണ്ടറിഞ്ഞ് അവരുടെ മാതാപിതാക്കൾക്ക് എന്തെങ്കിലും മദ്യപാനം അങ്ങനെയുണ്ടെങ്കിൽ ടാടയിലെത്തിക്കുമായിരുന്നു അച്ഛൻ. അപ്പോൾ അച്ഛന്മാരുടെയൊക്കെ ജീവിതം എന്നെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ഇടവകയിലെ CMC സിസ്റ്റേഴ്സും എന്നെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും ടെറൻസ് മേരി സിസ്റ്റർ. അപ്പോൾ എന്നെ ആദ്യ കുർബാനയ്ക്ക് പ്രിപ്പയർ ചെയ്ത സിസ്റ്ററാണ്. സിസ്റ്റർ അന്ന് പറഞ്ഞു തന്ന വിശുദ്ധരുടെ കഥകളൊക്കെ ഇന്നും എൻ്റെ മനസ്സിലുണ്ട്. അതിനുശേഷം ഞങ്ങളുടെ ഇടവകയിലേക്ക് വന്ന അഡോർണ ഫാദേഴ്സിലുള്ള ജോൺ ബോൾ അച്ഛനും സെറാഫിനോ ബ്രദറും. അപ്പോൾ ഞങ്ങൾ കുട്ടികളെല്ലാം വിളിച്ചു കൂട്ടുമായിരുന്നു വൈകുന്നേരങ്ങളിൽ. എല്ലാ ശനിയാഴ്ചയും വിളിച്ചു കൂട്ടായിരുന്നു. അവർ പറഞ്ഞു തന്ന കഥകളും അതൊക്കെ എന്നെ വളരെയധികം വൈദികനാകുവാനായിട്ട് പ്രോത്സാഹിപ്പിച്ച ഒരു കാര്യമാണ്. അത് കഴിഞ്ഞ ശേഷം ഞാൻ സെമിനാരിയിൽ ചേർന്ന സമയമായപ്പോഴേക്കും എൻ്റെ വികാരിയച്ഛൻ പറഞ്ഞു, നീ ലാറ്റിൻ രൂപതയിലുള്ള ആളായതുകൊണ്ട് നീ കൊച്ചി രൂപതയിലേക്ക് തന്നെ പോകണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് കൊച്ചി രൂപതയിലേക്ക് ചെന്നപ്പോഴാണ് അവിടെ ക്യാമ്പ് നടന്നിട്ടില്ല, വിളിക്കാമെന്ന് പറഞ്ഞു. എൻ്റെ ഒരു അടുത്ത ബന്ധു
എന്നോട് പറഞ്ഞു ഇങ്ങനെ കൊത്തലങ്കോ എന്ന് പറയുന്ന ഒരു സ്ഥാപനം തുടങ്ങിയിട്ടുണ്ട് വടക്കം പറവൂർ. ജോൺ തട്ടുങ്കൽ അച്ഛനാണ് തുടങ്ങിയിരിക്കുന്നത്. അങ്ങനെയാണ് ഞാൻ പറവൂരേക്ക് ചെല്ലുന്നത്. അവിടെ ചെന്നപ്പം അന്ന് ജോൺ തട്ടുങ്കൽ അച്ഛൻ പറഞ്ഞു ഞങ്ങൾ സെമിനാരിയും തുടങ്ങിയിട്ടില്ല, ഞങ്ങൾ ഇപ്പം കൊച്ചുകുട്ടികളെ +10ാം ക്ലാസ് കഴിഞ്ഞ കുട്ടികളെയൊന്നും എടുത്തിട്ടില്ല, പക്ഷേ ഷോണീനെ ഞാൻ എടുക്കാം, വന്നോളാൻ പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ചെല്ലുന്നത്. അവിടെ ചെന്നപ്പോൾ എന്നെ PDCയിലേക്ക് പഠിക്കാനായിട്ട് വിടുകയാണ്. അതിനു മുമ്പ് തന്നെ കൊത്തലങ്കയെക്കുറിച്ച് ഞാൻ അറിയുന്നത് സിസ്റ്റർ മേരിലിറ്റി വഴിയാണ്. സിസ്റ്റർ മേരിലിറ്റി ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന അവസരത്തിൽ ഞങ്ങൾക്ക് പാലായിൽ ഒരു ദിവസം ക്ലാസ് എടുക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. കൊത്തലങ്കയെക്കുറിച്ചും കൊത്തലങ്ക ചെയ്യുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ചും സിസ്റ്ററെ എങ്ങനെയാണ് കൊത്തലങ്കയിൽ നിന്ന് ഇൻസ്പയർ ചെയ്തതെന്ന് അതൊക്കെ ഞാൻ അറിഞ്ഞു. അങ്ങനെയാണ് ഞാൻ കൊത്തലങ്കയെക്കുറിച്ച് അറിയുകയും അവിടെ എത്തുകയും ചെയ്യുന്നത്. അച്ഛൻ പറഞ്ഞ സിസ്റ്റർ മേരിലിറ്റി ലിറ്റിൽ സിസ്റ്റേഴ്സ് ഓഫ് ഡിവൈൻ പ്രോവിഡൻസിൻ്റെ ജനറാൾ കൂടിയായിരുന്നു, സാവ കൂടിയായിരുന്ന സിസ്റ്റർ മേരിലിറ്റിയിലേക്കാണ്. അച്ഛൻ ഇത് പറഞ്ഞു വന്നപ്പം എനിക്ക് തോന്നുന്നു വെച്ചാൽ ഓരോ വൈദികൻ്റെയും ജീവിതത്തെ അല്ലെങ്കിൽ അയാളുടെ ഒരു വിളിയെ അയാളുടെ ഇടവകയിലെ തന്നെ വൈദികർ, സിസ്റ്റേഴ്സ്, അയാൾ പരിചയപ്പെടുന്ന വൈദിക സിസ്റ്റേഴ്സ് ഒരുപാട് സ്വാധീനിക്കുന്നുണ്ടല്ലേ അച്ഛൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന്? അതെ. അപ്പം അങ്ങനെ വൈദികരുടെയും സന്യസ്തരുടെയും ഒക്കെ ആ ഒരു വലിയ സ്വാധീനത്തിൽ വൈദികനാകാൻ വേണ്ടി കടന്നു വരുമ്പോഴേക്കും അച്ഛൻ്റെ ഒരു ഫോർമേഷൻ കാലയളവ്, കാരണം അച്ഛൻ്റെ തന്നെ വാക്കുകളിലുണ്ട് ഇവിടെയെങ്ങും ഇല്ലാത്ത ഒരു കമ്മ്യൂണിറ്റിയിലെ ഒരുപക്ഷെ ഈ അച്ഛൻ്റെ തന്നെ പ്രദേശത്തെ ആദ്യത്തെ ഒരു വൈദിക വിദ്യാർത്ഥിയായിട്ടാണ് അച്ഛൻ കടന്നിരുന്നത്. അപ്പം അച്ഛൻ്റെ ഒരു ഫോർമേഷനൊക്കെ എങ്ങനെയായിരുന്നു വെച്ചാൽ? ഞാൻ സെമിനാരി കടഞ്ഞു വന്നു. അപ്പം സെമിനാരി തുടങ്ങിയിട്ടില്ല, പുതിയ സെമിനാരിയുടെ പണി നടക്കുന്നതേ ഉള്ളൂ. ഒരു വീട്ടിലാണ് താമസം. ജോൺ അച്ഛൻ്റെ കൂടെയാണ് അത്. ജോസഫ് അച്ഛനുണ്ട് കൂടെ, വേറെ 2-3 സീനിയറായിട്ടുള്ളവരൊക്കെ ഉണ്ട്. എന്നെ PDC പഠിക്കാനായിട്ട് വിടുകയാണ് എന്നിട്ട് ലക്ഷ്മി കോളേജിൽ. സെമിനാരിയുടെ പഠനത്തിൻ്റെ അവസരത്തിലാണ് എൻ്റെ അപ്പച്ചന് സുഖമില്ലാതായി മാറുന്നത്, പാർക്കിൻസൺ വരുന്നത്. അപ്പോൾ ഞാൻ സെമിനാരിയിൽ നിന്ന് പോരാനായിട്ട് ഇങ്ങനെ ചിന്തിച്ചിരിക്കുന്ന അവസരത്തിലാണ് എന്നെ വളരെയധികം ഇൻസ്പയർ ചെയ്തതും ജോൺ അച്ഛൻ തന്നെ എന്നോട് പറഞ്ഞു, എനിക്ക് വേണ്ടി ദൈവവിളിയെക്കുറിച്ചൊക്കെ വ്യക്തമായിട്ട് എനിക്ക് പറഞ്ഞു. അങ്ങനെ ഞാൻ തിരികെ പോരാനായിട്ട് എടുക്കുന്ന അവസരത്തിലാണ് അമ്മച്ചി എന്നോട് പറഞ്ഞു, മോനെ ഞാൻ വീട്ടിലെ കാര്യങ്ങളെല്ലാം ഞാൻ നോക്കിക്കോളാം, നീ ഒന്നും വിഷമിക്കേണ്ട, നീ വീട്ടിനെക്കുറിച്ച് ഓർത്താണെങ്കിൽ തിരികെ വരേണ്ട ആവശ്യമില്ല, നീ മുന്നോട്ട് പോകാനായിട്ട് പറഞ്ഞു. അപ്പോൾ ഒരു വിധത്തിൽ പറഞ്ഞാൽ എന്നെ വളരെയധികം സ്വാധീനിച്ചൊരു വ്യക്തി എൻ്റെ അമ്മ തന്നെയാണ്. ശരിക്കും അമ്മയുടെ ദാനം തന്നെയാണ് ഞാൻ പുരോഹിതനായിരിക്കുന്നതിൽ ഒരു പ്രധാനപ്പെട്ട അമ്മയുടെ ഒരു ത്യാഗമുണ്ട്. കാരണം അമ്മച്ചി പ്രാർത്ഥിക്കുന്ന വലിയൊരു വ്യക്തിയായിരുന്നു. എല്ലാ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ച ഉപവസിച്ച് പ്രാർത്ഥിക്കുക, മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കൊക്കെ പോയിരുന്ന വ്യക്തിയാണ്. ശേഷം ഞാൻ സെമിനാരിയിൽ +2 ശേഷം ഫിലോസഫിക്ക് ചേകരാട് കോളേജിലാണ് പഠിച്ചത്. അതിനുശേഷം ഞങ്ങൾക്ക് നോഷ്യേറ്റ് പീരീഡ് ഉണ്ട്. അത് ഞങ്ങൾ ഇറ്റലിയിലാണ്, ടൂറിനിലാണ്, മദർ ഹൗസിലാണ് ചെയ്യുന്നത്. ഞങ്ങൾ അതിന് പറയുന്നത് പീരീഡ് ഓഫ് പ്രൊബേഷൻ എന്നാണ് പറയുന്നത്. പീരീഡ് ഓഫ് പ്രൊബേഷൻ കാലഘട്ടത്തിൽ ഞങ്ങളെ വിടുന്നത് വെച്ചാൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള മിനിസ്ട്രികളിലൂടെ കടത്തി വിടുകയാണ്. ഭിന്നശേഷിക്കാരുടെ കൂടെ എന്നെ ആദ്യം വിട്ടത് ആശുപത്രിയിലേക്കാണ്, ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കുന്ന രോഗികളുടെ അടുത്തേക്കാണ്. അപ്പോൾ അന്ന് എന്നെ വളരെയധികം സ്വാധീനിച്ചത് റൊമുവാൾഡോ എന്ന് പറഞ്ഞൊരു ബ്രദർ ഉണ്ടായിരുന്നു. ബ്രദർ ഒരു രോഗീനെ ഇങ്ങനെ കിടത്തുന്ന അവസരത്തിൽ അദ്ദേഹത്തിന് ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് രോഗി പെട്ടെന്ന് അടിക്കുന്നുണ്ട്, വേദന കൊണ്ടാണ് അടിക്കുന്നത്. പക്ഷേ ആ ബ്രദർ അന്ന് പറയുന്നത് സോറി എന്നോട് ക്ഷമിക്കണം, ഞാൻ അറിയാതെ തെറ്റുപറ്റിയാണ്. ആ ബ്രദറിൻ്റെ ഒരു അനുഭവം എനിക്ക് വളരെയധികം ടച്ച് ചെയ്തു. എനിക്കന്ന് ഇറ്റാലിയൻ പോലും അറിയാൻ പാടില്ല, ചെന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടേ ഉള്ളൂ. അത് എനിക്ക് കുറച്ച് മനസ്സിലായി, സ്കൂസ എന്നുള്ള വാക്കുകളൊക്കെ അന്ന് മനസ്സിലായി. അതിനുശേഷം എന്നെ വിടുന്നത് ക്യാൻസർ രോഗികളുടെ കൂടെയാണ്. ക്യാൻസർ രോഗികളിൽ പലപ്പോഴും അവരുടെ മുറിവുകളൊക്കെ സിസ്റ്റേഴ്സൊക്കെ കെട്ടിവെക്കുന്നത് കാണും, വളരെയധികം എന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. അങ്ങനെ ഇവരുടെയൊക്കെ മുഖങ്ങളിൽ യേശുവിനെ കാണുവാനായിട്ട് സാധിച്ചു. അതുപോലെ തന്നെ വേറെ ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികളുണ്ട്, ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടികളുടെ കൂടെ, ഫിസിക്കലി ഹാൻഡിക്യാപ്ഡായിട്ടുള്ള വ്യക്തികളുടെ കൂടെ, ഹിയറിംഗ് ഇമ്പയർഡ് ആയിട്ടുള്ള വ്യക്തികളുടെ കൂടെയൊക്കെ, അതുപോലെ തന്നെ ഡ്രഗ് അഡിക്ട്സ് ആയിട്ടുള്ള വ്യക്തികളോട്, ഇതൊക്കെ എന്നെ വളരെയധികം സ്വാധീനിച്ചു. ഇവരുടെയൊക്കെ കൊത്തലങ്ക പറയുന്ന പോലെ അവരുടെയൊക്കെ മുഖത്ത് യേശുവിനെ കാണുവാനായിട്ട് ആ അനുഭവം എന്നെ വളരെയധികം സ്വാധീനിച്ചു. അതിനുശേഷമാണ് ഞാൻ തിരികെ ഇന്ത്യയിലേക്ക് വരുന്നു. 1 വർഷം തിയോളജി ഇവിടെ ചെയ്തതിന് ശേഷം വീണ്ടും ഇറ്റലിയിലേക്ക് ടൂറിനിലേക്ക് പോകുന്നു. ഓർഡിനേഷൻ സ്വീകരിക്കാനായിട്ട് ഞാൻ ഇന്ത്യയിലേക്ക് വന്നിട്ട് വീണ്ടും തിരികെ ഇറ്റലിയിലേക്ക് പോകും. അച്ഛാ, ഇങ്ങനെ വളരെ വ്യത്യസ്തമായ പരിശീലന മേഖലയിൽ കൂടെ ഇന്ത്യയിലകത്തും പുറത്തുമൊക്കെ ആയിട്ട് പരിശീലനം പുറത്തേക്ക് വൈദികനായിട്ട് ജോസഫ് കൊത്തലങ്കയുടെ കമ്മ്യൂണിറ്റിയിലെ വൈദികനാവുകയാണ് അച്ഛൻ. നമ്മുടെ പ്രേക്ഷകർക്കൊക്കെ വേണ്ടിയിട്ട് അത്ര പരിചിതനല്ലാത്ത ഈ വിശുദ്ധനെ ജോസഫ് കൊത്തലങ്കയെ പറ്റി പെട്ടെന്ന് പറയാമോ? വിശുദ്ധ ജോസഫ് കൊത്തലങ്കോ 1786 ഇറ്റലിയിൽ ജനിക്കുന്നത്. അദ്ദേഹം പീമെന്തോ റീജിയനിലാണ് ജനിക്കുന്നത്. അവിടെ നെപ്പോളിയൻ ബോണപ്പാർട്ടിൻ്റെ കാലഘട്ടമായിരുന്നു. അപ്പം അദ്ദേഹം പള്ളികളെല്ലാം അടച്ചു, സെമിനാരികൾ അടച്ചു, മതത്തെ തന്നെ ഇല്ലാതാക്കാനുള്ള ശ്രമം നടത്തി. അദ്ദേഹം കൊത്തലങ്കോ സെമിനാരിയിൽ പഠിക്കുന്നത് തന്നെ ഒളിവിലാണ് പഠിക്കുന്നത്. അതിനുശേഷം വൈദികനാകുന്നു, അദ്ദേഹം ഡോക്ടറേറ്റ് നേടുന്നു, ടൂറിൻ നഗരത്തിലേക്ക് എത്തുന്നു.
അവിടെ ഒരു കാരനായിട്ടാണ് അദ്ദേഹം ജോലി ചെയ്യുന്നത്. പക്ഷേ അദ്ദേഹത്തെ എപ്പോഴും അലട്ടിക്കൊണ്ടിരുന്ന ചില സംഭവങ്ങളുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ദൈവവിളി തിരയുന്നുണ്ടായിരുന്നു ജീവിതത്തിൽ. അദ്ദേഹം ഒരു ഇന്റേണൽ ക്രൈസിസിലൂടെ കടന്നു പോകണമായിരുന്നു. അങ്ങനെയാണ് 1827 അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ മറിച്ചൊരു സംഭവം ഉണ്ടാകുന്നത്. അദ്ദേഹം ആഗ്രഹിച്ചു വിൻസെൻ്റ് ഡി പോളിനെ പോലെ ആകാൻ ആഗ്രഹിച്ചു, ഫിലിപ്പ് നേരിയെ പോലെ ആകാനായിട്ട്, പല വിശുദ്ധരെ പോലെ ആകാൻ ആഗ്രഹിച്ചു. അങ്ങനെയാണ് ഈ 1827 സെപ്റ്റംബർ 2 ഫ്രാൻസിൽ നിന്ന് വരുന്ന ഒരു സ്ത്രീ, അവർ ഗർഭിണിയാണ്, 5 മക്കളുടെ അമ്മയാണ്, പകർച്ചവ്യാധിയുമുണ്ട്. അവർ ഒരു ആശുപത്രികളും സ്വീകരിക്കുന്നില്ല. കാരണം ഗർഭിണിയായതുകൊണ്ട് സാധാരണ ആശുപത്രികൾ സ്വീകരിക്കുന്നില്ല, പകർച്ചവ്യാധി ഉള്ളതുകൊണ്ട് ഗർഭിണികളുടെ ആശുപത്രി സ്വീകരിക്കുന്നില്ല. അങ്ങനെ ഒരു കുതിരയൊക്കെ കെട്ടുന്ന ഒരു സ്ഥലത്താണ് അവർ കിടക്കുന്നത്. അവിടേക്ക് അന്ത്യകുദാശ നൽകുവാനായിട്ട് കൊത്തളങ്കോ എത്തുന്നു. പക്ഷേ ആ സ്ത്രീ മരിക്കുന്നു, ആ കുഞ്ഞും മരിക്കുന്നു. അങ്ങനെ അവിടെ കരച്ചിലാണ്. അവിടെ ആ കരച്ചിലിൻ്റെ നിമിഷത്തിലാണ് കൊത്തളങ്കോയുടെ ഹൃദയം പൊട്ടുകയാണ്. അങ്ങനെ അദ്ദേഹം മാതാവിൻ്റെ മുമ്പിൽ പോയി പ്രാർത്ഥിക്കണേണ്. കോർപ്പസ് ഡോമിനി ദേവാലയത്തിലെ പരിശുദ്ധ കുർബാനയുടെ അത്ഭുതം നടന്ന ദേവാലയമാണ്. അവിടെ പോയി പ്രാർത്ഥിക്കണേണ്. അന്ന് അദ്ദേഹം പറയുന്നു, മാതാവ് അനുഗ്രഹിച്ചു, ദൈവം അനുഗ്രഹിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു ഉച്ചത്തിൽ പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുന്നത്. അതിനുശേഷമാണ് അദ്ദേഹം വോൾട്ടർ റോസ എന്ന് പറയുന്ന ഒരു കെട്ടിടം വാടകയ്ക്കെടുത്ത് 2 രോഗികളെ സ്വീകരിക്കുന്നത്. ഇങ്ങനെ ആരുമില്ലാത്ത, എല്ലാവരും ഒരു ഉപേക്ഷിക്കപ്പെട്ട രോഗികളെ സ്വീകരിക്കുന്നത്. കൊത്തളങ്കോയുടെ ഒരു പ്രിൻസിപ്പിൾ എന്ന് വെച്ചാൽ ആരും സ്വീകരിക്കാത്തവരെയാണ് സ്വീകരിക്കേണ്ടത്. ഏറ്റവും ദുർബലരായിട്ടുള്ള വ്യക്തികളെ സ്വീകരിക്കാനായിട്ടാണ് കൊത്തളങ്കോ ആഗ്രഹിക്കുന്നത്. കൊത്തളങ്കോ പറയുന്നുണ്ട്, ആരും സ്വീകരിക്കാത്തവരെയാണ് നമ്മൾ സ്വീകരിക്കേണ്ടതെന്ന്. മാത്രമല്ല, നമ്മൾ ചുമ്മാ സ്വീകരിക്കുക മാത്രമല്ല, അവരുടെ മഹത്വം നമ്മൾ വലുതാക്കണം. കാരണം നമ്മൾ പലരും പറയും ഭിന്നശേഷിക്കാരെയൊക്കെ നമ്മൾ ഭക്ഷണം കൊടുത്താൽ മതി, സൈഡിലേക്ക് എടുത്താൽ മതി. കൊത്തളങ്കോ അങ്ങനെയല്ല, അവരെ നമ്മൾ പരിശീലിപ്പിച്ച് സമൂഹത്തിന് ഉപകരിക്കുന്ന വ്യക്തികളാക്കി മാറ്റണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. അതിനുശേഷമാണ് ഇങ്ങനെയുള്ള ഒരു കാലഘട്ടം, കുറച്ച് കാലം കഴിഞ്ഞപ്പോഴേക്കും കൊത്തളങ്കോ സഹായികളൊക്കെ വന്നു, സിസ്റ്റേഴ്സിൻ്റെ സമൂഹമൊക്കെ ആരംഭിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവിടെ കോളറ പടർന്നു പിടിക്കുന്ന സമയത്താണ് രാജാവ് പറഞ്ഞ് അടച്ചുപൂട്ടണമെന്ന് പറയുന്നത്. അങ്ങനെയാണ് കൊത്തളങ്കോ ഇത് അടച്ചുപൂട്ടുന്നത്. പക്ഷേ കൊത്തളങ്കോ പറഞ്ഞ് അന്ന് ദൈവരാനിൽ ഭയങ്കര വിശ്വാസമായിരുന്നു കൊത്തളങ്കോ പറഞ്ഞ്, ദൈവം, ഞാൻ കാവേജ് നടന്ന നാട്ടിൽ നിന്നാണ് വരുന്നത്, അത് പറിച്ച് നട്ടാലേ വളരുകയുള്ളെന്ന് പറയണം. അങ്ങനെയാണ് ടൂറിന് പുറത്തുള്ള ഒരു സ്ഥലത്ത് കൊത്തളങ്കോ ഒരു വീട് വാടകയ്ക്കെടുത്ത് ആരംഭിക്കുന്നത്. അങ്ങനെ തുടങ്ങി ഏകദേശം 1000-ഓളം രോഗികളായി കൊത്തളങ്കോയുടെ കാലഘട്ടത്തിൽ തന്നെ. ബ്രദേഴ്സിൻ്റെ ആണുങ്ങളുടെ ഒരു ഗ്രൂപ്പ് ആരംഭിച്ചു. എല്ലാ തരത്തിലുള്ള ഭിന്നശേഷിക്കാരെയും അദ്ദേഹം സ്വീകരിച്ചു. അദ്ദേഹത്തിന് വേണ്ടിയിരുന്നത് എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ട വ്യക്തികളായിരുന്നു. പിന്നെ അച്ഛന്മാരുടെ സമൂഹം ആരംഭിച്ചു അദ്ദേഹത്തെ സഹായിക്കുവാനായിട്ട്. കൊത്തളങ്കോയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ദൈവരുവാനുള്ള വിശ്വാസമാണ്. അദ്ദേഹം തൻ്റെ സ്ഥാപനത്തിൻ്റെ പേര് തന്നെ ദൈവപരിപാലനയുടെ ചെറുഭവനം. അപ്പോൾ പലരും ചോദിക്കും, ഇതെന്ത് വലിയ ഭവനമാണ്, ഇതിലെന്താണ് ചെറു? അപ്പോൾ ദൈവത്തിൻ്റെ പരിപാലനയുടെ മുമ്പിൽ ഇത് വളരെ ചെറുതാണെന്ന് കൊത്തളങ്കോ പറയുന്നത് വെച്ചാൽ, കൊത്തളങ്കോയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഈ ദൈവപരിപാലനം തന്നെയാണ്. അദ്ദേഹം ടൂർ നഗരത്തിൽ ഇപ്പോഴും കൊത്തളങ്കോയിലെ എന്ന് പറയുമ്പോൾ ആൾക്കാർ പറയുന്ന ഒരു കഥയുണ്ട്. കൊത്തളങ്കോ തൻ്റെ കിട്ടിയിരുന്ന പൈസ അന്ന് രാത്രി വലിച്ചെറിയുമായിരുന്നു. അത് ഡോൺ ബോസ്കോ വന്ന് എടുക്കുമായിരുന്നു എന്നാണ് അവിടുത്തെ കഥകൾ പറയുന്നത്. അപ്പോൾ ഡോൺ ബോസ്കോയുടെ വാൾദോയ്ക്ക് തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോൾ അത്രയ്ക്ക് വിശ്വാസമാണ് അദ്ദേഹത്തിൻ്റെ. കുമ്പസാരക്കാരൻ പറയുന്നുണ്ട്, കൊത്തളങ്കോയുടെ വിശ്വാസം ടൂറിൻ നഗരത്തേക്കാൾ വലുതാണെന്ന്. അങ്ങനെ കൊത്തളങ്കോ ഇങ്ങനെ എല്ലാ തരത്തിലുള്ള രോഗികളെയൊക്കെ സ്വീകരിച്ചു. ഒടുവിൽ കൊത്തളങ്കോ മരിക്കുന്നത് തന്നെ അന്ന് ആ സമയത്ത് അവിടെ ഒരു രോഗം പടർന്നു പിടിക്കുന്നുണ്ട്, പകർച്ചവ്യാധി. അങ്ങനെ അവരെ ശുശ്രൂഷിച്ചാണ് കൊത്തളങ്കോയ്ക്ക് രോഗം പിടിക്കുന്നത്. അദ്ദേഹം 1842 മരിക്കുകയാണ്. കൊത്തളങ്കോയുടെ മരണത്തെ പറ്റി പറഞ്ഞപ്പോൾ ഡാമിയൻ മരിച്ചതുപോലെ, കുഷ്ഠരോഗികളെ ശുശ്രൂഷിക്കാൻ ചെന്ന് കുഷ്ഠരോഗം പിടിപെട്ട് മരിച്ചതുപോലെ, അതുപോലെ ആരുമില്ലാത്തവരെ സഹായിക്കാതെ കണക്ട് ചെയ്യാൻ പറ്റുന്ന മദർ തെരേസ പറഞ്ഞാലും, മദർ തെരേസ പറയുന്നത് പാവപ്പെട്ടവരെ ശുശ്രൂഷിക്കാൻ വേണ്ടിയിട്ടാണ് മിഷണറീസ് ഓഫ് ചാരിറ്റി ആരംഭിക്കുന്നത്. അപ്പം അങ്ങനെ ഒരുപാട് പേരുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇങ്ങനെ ഒരു കമ്മ്യൂണിറ്റിയിലേക്ക്, വൈദികരുടെയും സിസ്റ്റേഴ്സിൻ്റെയും ബ്രദേഴ്സിൻ്റെയും ഒക്കെ കമ്മ്യൂണിറ്റിയായിട്ട് ഈ കമ്മ്യൂണിറ്റി വളരുമ്പോൾ എന്താണ് ഈ ഒരു സമൂഹം ഇന്നത്തെ കാലഘട്ടത്തിൽ ചെയ്യുന്ന ശുശ്രൂഷകൾ എന്ന് പറയാമോ? ഇന്നും ഞങ്ങൾ പ്രധാനമായിട്ടും ചെയ്യുന്നത് ഭിന്നശേഷിക്കാർ തന്നെയാണ്. കാരണം കൊത്തളങ്കോയെ സംബന്ധിച്ചിടത്തോളം ഭിന്നശേഷിക്കാരെ ഏറ്റവും പ്രധാനപ്പെട്ട, അതിൽ അദ്ദേഹം ഇൻ്റലക്ച്വൽ ഡിസേബിൾഡ് ആയിട്ടുള്ള ബുദ്ധിവൈകല്യമുള്ള വ്യക്തികൾ, ദൈവത്തിൻ്റെ നല്ല മക്കൾ എന്നാണ് പറഞ്ഞിരുന്നത് വെച്ചാൽ അവരെയാണ് കൊത്തളങ്കോ ഏറ്റവും കൂടുതൽ നമ്മുടെ കണ്ണിലെ കൃഷ്ണമണി പോലെ അവരെ നോക്കണമെന്ന്. കാരണം എനിക്ക് തോന്നുന്നു നമ്മുടെ കേരള സമൂഹത്തിൽ, ഇന്ത്യ സമൂഹത്തിലേക്ക് ഏറ്റവും ദുർബലരായ വ്യക്തികൾ ഭിന്നശേഷിക്കാർ തന്നെയാണ്, പ്രത്യേകിച്ച് ഇൻ്റലക്ച്വൽ ഡിസേബിൾഡ് ആയിട്ടുള്ള വ്യക്തികൾ. അപ്പോൾ അവരെയാണ് ഞങ്ങൾ കൂടുതൽ ശുശ്രൂഷിക്കുന്നത്. അതുപോലെ തന്നെ ടെർമിനൽ ഇല്ലായിട്ടുള്ള, കിടപ്പ് രോഗികളായിട്ടുള്ള, അപകടം സംഭവിച്ച വ്യക്തികളെയൊക്കെ നോക്കുന്നുണ്ട്. പ്രായമായ ആരുമില്ലാത്ത രോഗികൾ, അതുപോലെ തന്നെ ഡ്രഗ് അഡിക്ട്സ് ആയിട്ടുള്ള വ്യക്തികൾ, പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെയുള്ള കുട്ടികൾക്കായിട്ടുള്ള വിദ്യാലയങ്ങൾ. ഇവരെ ഞങ്ങൾ പഠിപ്പിക്കുക മാത്രമല്ല, ഇവരെ ഞങ്ങളൊരു തൊഴിലേക്ക് കടത്തിവിടുക എന്നുള്ളത് കൂടി ഞങ്ങളുടെ ഒരു ലക്ഷ്യമാണ്. കാരണം അവരൊരു വീടിൻ്റെ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൻ്റെ 4 ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങി കഴിയേണ്ട വ്യക്തികളല്ല. സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് സമൂഹത്തിൽ സാധാരണ വ്യക്തികളെ പോലെ ജീവിക്കേണ്ട വ്യക്തി. അവർക്ക് അവരുടേതായ അവകാശങ്ങളുണ്ട്. അതുപോലെ തന്നെ ഞങ്ങൾ പ്രശ്നങ്ങളുള്ള കുട്ടികളെ
അവരുടെ ഫാമിലിയോടുകൂടി അമ്മമാരോടുകൂടി താമസിപ്പിക്കുന്ന സൗകര്യങ്ങളുണ്ട്. അങ്ങനെ വ്യത്യസ്തമായ മേഖലകളിൽ അച്ഛൻ തന്നെ പറഞ്ഞ പോലെ സ്നേഹം ആവശ്യമുള്ള, കരുതൽ ആവശ്യമുള്ള, പലരാലും ഉപേക്ഷിക്കപ്പെട്ട ആൾക്കാരെ ശുശ്രൂഷിച്ച് കടന്നു പോകുമ്പോൾ ഈ ഒരു ശുശ്രൂഷ മേഖലയിൽ വലിയ പ്രാർത്ഥനയുടെയും ത്യാഗത്തിൻ്റെയും ഒക്കെ സമർപ്പണത്തിൻ്റെ ഒക്കെ ഒരു ആവശ്യമുണ്ട്. ഭിന്നശേഷിക്കാരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കരം നൽകി നയിക്കാൻ ഇവിടെ നിരവധി പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നു. സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട ഇവർക്ക് ഇത് ഏറെ കരുത്തു നൽകുന്നു. കാർഷിക നഴ്സറിയും വിവിധ തൊഴിൽ പരിശീലനവും ഇതിന്റെ ഭാഗമായി ഇവിടെ ഒരുക്കുന്നു. ഇവിടെ നിന്നു പരിശീലനം നേടിയ അനേകം പേർ കേരളത്തിലും പുറത്തും ഇന്ന് വിവിധ തൊഴിൽ ചെയ്തു ജീവിക്കുന്നു. തന്റെ സഭയുടെ പ്രേഷിതത്വം ഇവിടെ ഭംഗിയായി ഈ വൈദികൻ നിർവഹിക്കുന്നു. അച്ഛൻ്റെ വൈദിക ജീവിതവും കൗദാശിക ജീവിതവും വിശുദ്ധ കുർബാനയിലുള്ള ഒരു അടിസ്ഥാനവുമൊക്കെ എത്രമാത്രം ഇതിനെ ഒന്ന് കോൺട്രിബ്യൂട്ട് ചെയ്യും, അല്ലെ ഇതിനെ സഹായിക്കുന്നുണ്ട്? കൊത്തലങ്കയെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ കുർബാനയാണ് നമ്മുടെ എല്ലാ പ്രവർത്തനത്തിൻ്റെ ആധാരം എന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങളുടെ എല്ലാ മദർ ഹൗസിലാണെങ്കിലും ഞങ്ങളുടെ എല്ലാ ഹൗസിലും ആദ്യത്തെ പ്രവർത്തനം പരിശുദ്ധ കുർബാനയാണ്, രാവിലത്തെ കുർബാനയാണ്. കുർബാനയോട് കൂടിയാണ് പ്രവർത്തനം ആരംഭിക്കുന്നത്. അപ്പോൾ അന്ന് കുർബാനയ്ക്ക് ശേഷമാണ് ഞങ്ങളെല്ലാവരും അച്ഛന്മാരും സിസ്റ്റേഴ്സും അവരുടെ വാർഡുകളിലേക്കൊക്കെ പോകുന്നത്, രോഗികളുടെ അടുത്തേക്കൊക്കെ പോകുന്നത്. അതുപോലെ തന്നെ ഞങ്ങളുടെ പ്രാർത്ഥനകൾ, ഒരുമിച്ചുള്ള കമ്മ്യൂണിറ്റി ആയിട്ടുള്ള പ്രാർത്ഥനകൾ ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ഞങ്ങൾ ഒരുമിച്ച് കൂടുന്നത് പ്രാർത്ഥിക്കുവാനായിട്ട്, അച്ഛന്മാരും സിസ്റ്റേഴ്സൊക്കെ ഒരുമിച്ച് കൂടുന്നത് പ്രാർത്ഥിക്കുവാനായിട്ടാണ് ഒരുമിച്ച് കൂടുന്നത്. അതുപോലെ തന്നെ മാതാവിനോടുള്ള ഒരു ഭക്തി വിശുദ്ധ ജോസഫ് കൊത്തലങ്കോ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു. കാരണം വിശുദ്ധ ജോസഫ് കൊത്തലങ്കോ പറയുക, ഒരു മാതാവിനെ രൂപം കൊണ്ടുവന്ന് അവിടെ വെച്ചിട്ട് ചെറുഭവനത്തിൻ്റെ അമ്മയാണെന്ന് പറഞ്ഞു, ചെറുഭവനത്തിൽ നടത്തിക്കൊണ്ടുപോകുന്ന പരിശുദ്ധ കന്യാമറിയാണെന്ന് കൊത്തലങ്കോ പറയുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായിട്ട് പരിശുദ്ധ കുർബാന എല്ലാ ദിവസവും മുടങ്ങാതെ ഞാൻ അർപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്, എല്ലാ ദിവസവും അർപ്പിക്കുന്നുണ്ട്. അപ്പോൾ പരിശുദ്ധ കുർബാനയോടുകൂടിയാണ് എൻ്റെ ജീവിതം രാവിലത്തെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത്. പിന്നെ 9 മണിയാകുമ്പോഴേക്കും ഞങ്ങളുടെ സ്ഥാപനത്തിലേക്ക് വിദ്യാർത്ഥികൾ എത്തും. മാത്രമല്ല ഞങ്ങളിവിടെ താമസിക്കുന്ന ഹിയറിംഗ് ഇമ്പയർഡ് ആയിട്ടുള്ള കേൾവി വൈകല്യമുള്ള കുട്ടികൾ ഞങ്ങളോടൊപ്പം ദിവ്യബലി അർപ്പിക്കാനുണ്ട്. കാത്തലിക്സ് ആയിട്ടുള്ള കുട്ടികൾ ഞങ്ങളോടൊപ്പം വരാറുണ്ട്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം സൈൻ ലാംഗ്വേജ് അറിയാത്തത് കൊണ്ട് അവരുടെ ഭാഷയിൽ അർപ്പിക്കാൻ അറിഞ്ഞുകൂടാ. അത് പഠിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കും. ഞങ്ങളുടെ അച്ഛന്മാരോട് ഞാൻ ചോദിച്ചിട്ടുണ്ടെന്ന് പഠിപ്പിക്കാനായിട്ട്. അങ്ങനെ വിശുദ്ധ കുർബാനയിൽ നിന്ന് ശക്തി സ്വീകരിച്ച ഇത്തരത്തിലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് ശുശ്രൂഷ ചെയ്യുമ്പോൾ നമ്മുടെ നാട്ടിൽ, കേരളത്തിൽ അച്ഛൻ്റെ സഭ ചെയ്യുന്ന ശുശ്രൂഷകൾ എന്തൊക്കെയാണെന്ന് വളരെ ചുരുക്കി എന്ന് പറയാം. കൊത്തലങ്ക് അച്ഛന്മാർ പ്രധാനമായിട്ടും പ്രവർത്തിക്കുന്നത് പറവൂര്, നിലമ്പൂര്, നെയ്യാറ്റിൻകര 3 സ്ഥലങ്ങളിലായിട്ടാണ്. പറവൂരാണ് ഞങ്ങളുടെ പ്രധാന പ്രവർത്തന സ്ഥലം. അവിടെ ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള ഒരു സ്ഥാപനമുണ്ട്. അവർക്ക് 18 വയസ്സ് കഴിഞ്ഞാൽ വിദ്യാർത്ഥികളെ തൊഴിൽ പരിശീലിപ്പിക്കുന്ന ഒരു സ്ഥാപനമുണ്ട്. അതുപോലെ തന്നെ കൊത്തലങ്കോ ദേവാലയമുണ്ട്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ കൊത്തലങ്കോ ബ്രദേഴ്സ് ഉണ്ട്. അവർ ഏകദേശം ഒരു 30ഓളം ഭിന്നശേഷിക്കാരായ വ്യക്തികളെ ശുശ്രൂഷിക്കുന്നുണ്ട്. പിന്നെയുള്ളത് ഞങ്ങളുടെ നിലമ്പൂരാണ് ഭിന്നശേഷിക്കാരായ വ്യക്തികളെ ഞങ്ങൾക്ക് വേണ്ടി. അവിടെയും കൊത്തലങ്കോ വൊക്കേഷണൽ റീഹാബിലിറ്റേഷൻ റിസർച്ച് സെൻ്ററാണ്. ഏകദേശം 36ഓളം ഇൻ്റലക്ച്വലി ഡിസേബിൾഡ് ആയിട്ടുള്ള, ബുദ്ധി വൈകല്യമുള്ള വ്യക്തികളെയാണ് ഞങ്ങൾ സംരക്ഷിക്കുന്നത്. അവർ അടുത്തുനിന്ന് വന്നു പോകുന്ന വ്യക്തികളാണ്. അവരെ ഞങ്ങൾ വിവിധങ്ങളായ തൊഴിൽ പരിശീലനങ്ങൾ നൽകുന്നു. അവർക്ക് സ്വന്തം കാലിൽ നിൽക്കുവാനായിട്ട്, സാധാരണ വ്യക്തികളെ പോലെ ജീവിക്കുവാനായിട്ട് ഞങ്ങൾ പരിശീലിപ്പിക്കുകയാണ്. ഒരു തൊഴിലേക്ക് കടത്തി വിടാനുള്ള പരിശീലനമാണ്. അതുപോലെ തന്നെ ഓൾ ഇന്ത്യ റീറ്റെയിൽ അസോസിയേഷനുമായിട്ട് ചേർന്ന് ഞങ്ങൾ അവിടെ എല്ലാ വർഷവും ഏകദേശം 120ഓളം ഭിന്നശേഷിക്കാരെ, ഹിയറിംഗ് ആൻഡ് വിഷ്വലി ആൻഡ് ഫിസിക്കലി ഡിസേബിൾഡ് ആയിട്ടുള്ള വ്യക്തികൾക്കാണ് അവിടെ പരിശീലനം കൊടുക്കുന്നത്. ആ ഗ്രൂപ്പിൽ ഓരോ ബാച്ചിലും 25-30 പേരുണ്ടാവും. അതിൽ കുറച്ച് പേരെ ഞങ്ങൾ അവിടെ താമസസൗകര്യം നൽകി പരിശീലനം കൊടുക്കും. അപ്പോൾ അവരിൽ പലരും പരിശീലനത്തിന് ശേഷം പല കമ്പനികളും, ടാറ്റ അല്ലെങ്കിൽ റിലയൻസ് പോലുള്ള കമ്പനികൾ അവരെ ജോലിക്കായിട്ട് എടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു തൊഴിലേക്ക് കടത്തിവിടുകയാണ് ചെയ്യുന്നത്. അതുപോലെ നെയ്യാറ്റിൻകരയിൽ ഞങ്ങളുടെ അച്ഛന്മാർ ഇടവകയായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തിക്കുന്നത്. പ്രത്യേകിച്ച് ഒരു ദളിത് സമൂഹമാണ് അവിടെയുള്ളത്. അവർക്ക് വേണ്ടി, അവരുടെ കുട്ടികളെ പഠിപ്പിക്കുന്നതിനൊക്കെ വേണ്ടിയാണ് അച്ഛന്മാർ അവിടെ പ്രവർത്തിക്കുന്നത് കൂടുതലായിട്ട്. നിലമ്പൂർ കാരാട് കൊത്തലങ്കോ സോഷ്യൽ സർവീസ് സെന്റർ ഈ നാടിനു തന്നെ ഏറെ പ്രിയപ്പെട്ടതാകുന്നു. ഈ വൈദികരുടെ സേവനം ഇവിടുത്തെ ജനങ്ങൾ ഏറ്റവും ബഹുമാനത്തോടെ നോക്കിക്കാണുന്നു. ആരുമില്ലാത്തവർക്ക് ആശ്രയമേകുകയും സമൂഹത്തിൽ പിന്നിലാക്കപ്പെടുകയും ചെയ്യുന്ന ഈ മക്കൾക്ക് ഇവർ ജീവിതത്തിൽ ഏറെ പ്രകാശം നൽകുന്നു, പുതിയ ദിശാദർശനങ്ങൾ നൽകുന്നു. ബുദ്ധിവൈകല്യമുള്ള അനേകം മക്കൾക്ക് താങ്ങും തണലുമായി ഈ സ്ഥാപനം ഇവിടെ പ്രശോഭിക്കുന്നു.
അച്ഛൻ ഇങ്ങനെ പ്രവർത്തിക്കുന്ന എല്ലാ മേഖലയിലും ആ മേഖലയുടെ ആവശ്യം അറിഞ്ഞാണ് അച്ഛൻ്റെ കമ്മ്യൂണിറ്റി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ശുശ്രൂഷ മേഖലയിലൊക്കെ ആയിരിക്കുമ്പോൾ തീർച്ചയായിട്ടും അച്ഛൻ തന്നെയും പറഞ്ഞു, കൊത്തലങ്കോ പോലെ വിശുദ്ധ ഫിലിപ്പ് നേരിയെ പോലെ വിശുദ്ധ വിൻസെൻ്റ് ഡി പോളിനെ പോലെയൊക്കെ ശുശ്രൂഷ മേഖലയിലായിരിക്കാൻ ആഗ്രഹിച്ച ആളാണെന്ന് പറഞ്ഞു. അച്ഛൻ ഒരു വൈദികനായിട്ടും ഈ മേഖലയിൽ ശുശ്രൂഷ ചെയ്യുമ്പോൾ അച്ഛനെ സ്വാധീനിച്ച ഒരുപാട് വിശുദ്ധ ജീവിതങ്ങളുണ്ടാകും. ഉറപ്പായിട്ടും അച്ഛൻ്റെ കമ്മ്യൂണിറ്റിയുടെ പ്രിയപ്പെട്ട കൊത്തലങ്കോ പിതാവ് ഉൾപ്പെടെയുള്ളവർ, അങ്ങനെയുള്ളവരെ പറ്റി അച്ഛൻ പറയാമോ? അച്ഛൻ്റെ ഒരു ലൈഫിനെ സ്വാധീനിച്ച വിശുദ്ധ ജീവിതങ്ങൾ. എന്നെ ചെറുപ്പത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച സിസ്റ്റർ ടെരേസ് മാർട്ടിൻ എനിക്ക് പറഞ്ഞു തരുമായിരുന്നു. ടെറൻസ് മേരി സിസ്റ്റർ എനിക്ക് പറഞ്ഞു തരുന്ന ഒരു കഥയുണ്ടായിരുന്നു, കൊച്ചുത്രേസ്യയുടെ കഥ. കൊച്ചുത്രേസ്യയുടെ കഥ എന്നെ വളരെയധികം സ്വാധീനിച്ചാണ് ജീവിതം. അതുപോലെ തന്നെ എന്നെ സ്വാധീനിച്ച ഒരു വ്യക്തിയാണ്. ഞാൻ ഇറ്റലിയിലായിരുന്ന സമയത്ത് ഞങ്ങളുടെ അച്ഛന്മാരെ എന്നെ ഫ്രാൻസിസ് അസീസി ജീവിച്ചിരുന്ന സ്ഥലങ്ങളിലൂടെ കടത്തിക്കൊണ്ടുപോയി. ഫ്രാൻസിസ് അസീസിയുടെ ജീവിതം വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. കാരണം അദ്ദേഹം ഈ കുഷ്ഠരോഗികളെ കെട്ടിപ്പിടിക്കുന്നതും അവർക്ക് വേണ്ടി ജീവിക്കുന്നതും ഒക്കെ വളരെയധികം സ്വാധീനിച്ചു. അതുപോലെ തന്നെ എന്നെ ഞങ്ങളുടെ പരിശീലന കാലത്ത് എന്നെ സ്വാധീനിച്ചത് ഫ്രാഞ്ചിസ്കോ പലയാരി എന്ന് പറഞ്ഞ് ഞങ്ങൾ വാഴ്ത്തപ്പെട്ടവനായിട്ട് ഒരു അച്ഛനുണ്ട്. അച്ഛൻ്റെ ഒരു ജീവിതം എന്നെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. കാരണം അച്ഛന് 2011 വിശുദ്ധനായി വാഴ്ത്തപ്പെട്ടവനായിട്ട് പ്രഖ്യാപിക്കുന്നത്. അച്ഛൻ്റെ ഒരു ജീവിതവും എന്നെ വളരെയധികം സ്വാധീനിച്ചു. അതുപോലെ തന്നെ ഞാൻ ലിറ്റിൽ ഹൗസിൽ കുറേയധികം വിശുദ്ധരായിട്ടുള്ള വൈദികരെ, സിസ്റ്റേഴ്സിനെ, ബ്രദേഴ്സിനെ കണ്ടിട്ടുണ്ട്. ജീവിക്കുന്ന വിശുദ്ധനെ ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അവരൊക്കെ ഈ രോഗികളുടെ വസ്ത്രങ്ങൾ, അവരുപയോഗിച്ച വസ്ത്രങ്ങൾ, അവരുടെ ഉപയോഗിച്ച കാര്യങ്ങളൊക്കെ നേരത്തെ കൈകൾ കൊണ്ടായിരുന്നു ഇരുന്നത്. തുണിയിലൊക്കെ തണുത്ത വെള്ളത്തിലാണ്. അപ്പോൾ കൈയൊക്കെ പൊട്ടുമായിരുന്നു ആ സിസ്റ്റേഴ്സൊക്കെ. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഒരു സിസ്റ്റർ 87-88 വയസ്സുണ്ട്, കുനിഞ്ഞാൽ നടക്കുന്നത്. ആ സിസ്റ്റർ ഭക്ഷണം ഉണ്ടാക്കാനായിട്ട് രോഗികൾക്ക് ഉണ്ടാകാൻ പോകുന്നത്. എന്ത് സന്തോഷമാണെന്നറിയാം ആ സിസ്റ്ററൊക്കെ. ഞാൻ പറഞ്ഞു, ശരിക്കും പറഞ്ഞാൽ അവരൊക്കെയാണ് ജീവിക്കുന്ന കൊത്തലങ്കോയുടെ കാര്യസ്ഥങ്ങൾ. ആ സിസ്റ്റർ ഇപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പോയിട്ട് കണ്ടില്ല. പക്ഷെ അങ്ങനെയുള്ള കുറേയധികം വിശുദ്ധരായിട്ടുള്ള അച്ഛന്മാരെ, സിസ്റ്റേഴ്സിനെയൊക്കെ ഞാൻ കണ്ടുപിടിച്ചു. അതുപോലെ തന്നെ എന്നെ വളരെയധികം സ്വാധീനിച്ച എൻ്റെ ആത്മീയപിതാവ് സെബാസ്റ്റ്യൻ ജക്കോബി അച്ഛനാണ്. അച്ഛൻ ഓസ്ട്രേലിയയിൽ പ്രൊവിൻഷ്യലാണ്. ഇപ്പോൾ അച്ഛന് എന്നെ വഴി നടത്തിയിട്ടുണ്ട് ആത്മീയമായിട്ട് എൻ്റെ വാൽമീകി യാത്രയിൽ, സെമിനാരിയുടെ ജീവിതത്തിൻ്റെ ആദ്യകാലത്തിൽ. അതുപോലെ തന്നെ അച്ഛനായതിനു ശേഷം ഇന്ന് വരെയും ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ ഞാൻ എടുക്കുന്നതും കാര്യങ്ങൾ അച്ഛനോട് ഷെയർ ചെയ്തിട്ട് അച്ഛൻ്റെ ആത്മീയോപദേശം അനുസരിച്ചാണ് വേണ്ടത്. അപ്പോൾ അങ്ങനെ അനേകം വ്യക്തികൾ, പ്രത്യേകിച്ചും സിസ്റ്റേഴ്സ്, CMC സിസ്റ്റേഴ്സ്, എന്നെ പഠിപ്പിച്ച പല സിസ്റ്റേഴ്സ് വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. ഇവരൊക്കെ വിശുദ്ധരുടെ നിരയിലില്ലെങ്കിൽ പോലും ഞാൻ കരുതുന്ന അവർ സ്വർഗത്തിലാണെന്നാണ്. ഉറപ്പായിട്ട് ജീവിച്ച് ഇരിക്കുന്നവർ, കടന്നുപോയവരുമായ അനേകരുടെ സ്വാധീനം അച്ഛൻ്റെ ജീവിതത്തിലുണ്ടായിട്ട്. നമ്മൾ അസിസി പിതാവിനെയൊക്കെ പറ്റി പറയുമ്പോൾ അസിസി പിതാവിന് ഏറ്റവും ഇഷ്ടമല്ലാത്തൊരു കാര്യമായിരുന്നു കുഷ്ഠരോഗികൾ എന്ന് പറയുന്നത്. അദ്ദേഹം ഏറ്റവും വെറുപ്പോടും അറപ്പോടും കണ്ടിരുന്ന കാര്യമാണ്. പക്ഷേ ക്രിസ്തുവിനോടുള്ള സ്നേഹം അദ്ദേഹത്തെ നിർബന്ധിച്ചു എന്നാണ് പറയുന്നത്. അങ്ങനെ അദ്ദേഹം അവരിപ്പോൾ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തു എന്നാണ് ചരിത്രം നമ്മളോട് പോയി പറയുന്നത്. നമ്മളിങ്ങനെ ഒരു ശുശ്രൂഷ മേഖലയിലായിരിക്കുമ്പോഴേക്കും തോന്നുന്നു നമുക്കങ്ങനെ ഇഷ്ടക്കേടുകളൊന്നുമില്ല. തമ്പുരാൻ എന്താ ആഗ്രഹിക്കുന്നോ എല്ലാവരും തമ്പുരാൻ്റെ മക്കളാണ്. ആ ഒരു ശുശ്രൂഷയോട് ചേർന്നിരിക്കുക എന്നുള്ളതാണ്. അച്ഛൻ ഇനിയും ഒരുപാട് കാര്യങ്ങൾ അച്ഛനോട് ചോദിച്ചറിയാനുണ്ട്. പ്രത്യേകിച്ച് അച്ഛൻ ഇപ്പോഴായിരിക്കുന്ന ശുശ്രൂഷ മേഖലയുടെയും സോഷ്യൽ സർവീസ് സെൻ്ററിൻ്റെയും കാര്യങ്ങൾ ഉൾപ്പെടെയുള്ളവ, അച്ഛൻ്റെ സഭയെ പറ്റിയുള്ളവ, അതെല്ലാം നമ്മൾ അടുത്ത എപ്പിസോഡിൽ കൂടുതൽ വിശദമായിട്ട് അറിയുന്നതായിരിക്കും. അതുവരേക്കും അച്ഛാ, താങ്ക് യു സോ മച്ച്. ക്രിസ്തുവിൻ്റെ സുവിശേഷം കാരുണ്യമായി പ്രഘോഷിക്കുന്ന ഇത്തരം വൈദികരുടെ പ്രേഷിതയാത്രയുടെ പങ്കുവയ്ക്കലുകൾ തുടരും. കാലഘട്ടത്തിനൊത്ത സുവിശേഷ ശുശ്രൂഷകൾ നിർവഹിക്കുന്ന ഇത്തരം വൈദികരുടെ ദൈവവിളിയും സമർപ്പണവും തിരുസഭയിൽ ഇന്നിൻ്റെ സുഗന്ധമാകുന്നു, സുവിശേഷത്തിൻ്റെ സാക്ഷ്യമാകുന്നു. വിളവിൻ്റെ നാഥൻ വിളിക്കുന്നു നിന്നെ, വലയെറിഞ്ഞണയുക നിങ്ങൾ. വിളവേറെയാണു കതിർ കൊയ്തെടുത്തിടാൻ, വിശ്വസ്തരാവുക നിങ്ങൾ. തല ചായ്ക്കുവാനിടമില്ലാത്തവൻ ഞാൻ, തണലായി മാറുക നിങ്ങൾ. സുഖമേറെയേകില്ല ഈ വഴികളെങ്കിലും, ലഹരിയായി ഞാൻ നിന്നിലലിയും.